എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം കയ്യേറി സിനഡ് അനുകൂലികൾ കൂരിയായെ തടഞ്ഞുവെച്ചു. ഫാദർ മണവാളിനെ പുറത്താക്കാതെ വൈദിക യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് വിശ്വാസികൾ. വൈദിക സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ്. സിനഡിനെ അനുകൂലിക്കുന്നവർ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അനിൽ ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. അനിൽ, പതിവ് പോലെ തന്നെ നാടകീയമായ സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി പത്മ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വൈദികരും ചേർന്നുള്ള യോഗം ആരംഭിച്ചിട്ടുണ്ട്. യോഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിനഡിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഏതാണ്ട് 50ഓളം വൈദികരാണ് ഇന്നത്തെ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സിനഡ് അനുകൂലികൾ ഇന്ന് രാവിലെ മുതൽ തന്നെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ഉപരോധിക്കുകയും ചെയ്തു. ഈ ഉപരോധ സമരം അവിടെ നടക്കുന്നു. അതായത് മേജർ ആർച്ച് ബിഷപ്പിനെ, അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലിന്റെ ചുമതലയിലുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെയും ഇന്നത്തെ വൈദിക യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുമായിട്ടാണ് അവർ അവിടെ ഉപരോധം ആരംഭിച്ചത്. രാവിലെ 7 മണിക്ക് അവർ ഉപരോധം ആരംഭിച്ചെങ്കിലും അതിരാവിലെ തന്നെ ഏതാണ്ട് 4 മണിയോടെ തന്നെ ഈ 2 ബിഷപ്പുമാരും കലൂർ റിന്യൂവൽ സെന്ററിൽ എത്തിയതിനാൽ അവരുടെ ഉപരോധം ഇന്നത്തെ വൈദിക സമിതി യോഗത്തെ ബാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ അവർ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം കയ്യേറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടെ കൂരിയ അംഗങ്ങളാണുള്ളത്. ഈ കൂരിയ അംഗങ്ങളെ ഇന്നത്തെ ഈ വൈദിക സമിതിയിൽ വൈദിക യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂരിയെ ഏതാണ്ട് ബന്ദിയാക്കിയ അവസ്ഥയിൽ അവർ അവിടെ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാണ്ട് 50ഓളം വൈദികർ അവർ സിനഡ് അനുകൂലികളായ ആളുകളാണ്. അവർ ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ തീരുമാനങ്ങൾ നീങ്ങുന്നത്. അതായത് ഡ്രാഫ്റ്റ് കമ്മിറ്റിയുടെ തീരുമാനം ബിഷപ്പുമാർ അംഗീകരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരും. ഒപ്പം നവവൈദികരായ, അതായത് അടുത്ത കാലത്ത് മാത്രം വൈദിക പട്ടം കിട്ടിയ പുതിയ വൈദികർ ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവരുടെ തടസ്സം ഒഴിവാക്കി കിട്ടും. ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു കുർബാന മാത്രം സിനഡ് കുർബാന ചൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഒപ്പം കൂരിയായെ പിരിച്ചുവിടുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഇതെല്ലാമാണ് ഇന്നത്തെ യോഗത്തിൻ്റെതായ അവശേഷിക്കുന്ന കാര്യങ്ങൾ. ആ തീരുമാനങ്ങളിലേക്ക് യോഗം മുന്നേറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനെ നിയമപരമായി അടക്കം നേരിടുമെന്ന് നിലവിലെ കൂരിയ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔപചാരികമായി അവർ അക്കാര്യങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും കടുത്ത നിയമ നടപടികളിലേക്കും വീണ്ടും തർക്കങ്ങളിലേക്കും തന്നെ കാര്യങ്ങൾ നീളാനാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതി യോഗം ഇവിടെ കലൂർ പാറേക്കാട്ടിൽ റിന്യൂവൽ സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി പത്മ. അനിൽ ജോർജാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനിൽ, ഏതായാലും രാവിലെ തന്നെ അതിരൂപത ആസ്ഥാനം കയ്യേറി സിനഡ് അനുകൂലികൾ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കണ്ടതാണ്. കൂരിയായെ തടഞ്ഞു വയ്ക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ നമ്മൾ മുമ്പ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ നേർക്കടക്കം, അനിൽ ജോർജിൻ്റെ നേർക്കടക്കം കാര്യങ്ങൾ തിരിയുന്നത് കണ്ടതാണ്. കയ്യേറ്റം ചെയ്യാനടക്കമുള്ള ശ്രമം, കയ്യേറ്റം ചെയ്യുന്ന ശ്രമം ഒക്കെ ഉണ്ടായതാണ്. ഇന്ന് അവിടെ പോലീസ് സാന്നിധ്യമൊക്കെ എത്രത്തോളമുണ്ട്? ഏത് തരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ? ലക്ഷ്മി പത്മ, ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവുണ്ട്. അതായത് ഇന്ന് കലൂർ റിന്യൂവൽ സെന്ററിന് പരിപൂർണമായ സംരക്ഷണം നൽകണമെന്ന് പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനാൽ കനത്ത പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. അതിനാൽ തന്നെ കലൂർ റിന്യൂവൽ സെന്ററിന്റെ ഭാഗത്തേക്ക് ഇതുവരെയും പ്രതിഷേധക്കാരോ സിനഡ് അനുകൂലികളോ ഒന്നും എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെല്ലാവരും ഇന്ന് രാവിലെ തന്നെ, അതായത് ഇന്നത്തെ വൈദിക സമ്മേളനത്തിലേക്ക് ബിഷപ്പുമാരെ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ അതിരാവിലെ തന്നെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസ് ഉപരോധിച്ച് സമരം നടത്തിയത്. ആ സമരം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് പുലർച്ചെ 4 മണിയോട് തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലിന്റെ ചുമതലയുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഈ കലൂർ റിന്യൂവൽ സെന്ററിൽ എത്തി. അതിനാൽ അവരുടെ ഉപരോധ സമരം ഈ തീരുമാനത്തെ ബാധിച്ചിട്ടില്ല. ആ
അതിനുശേഷമാണ് അവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനം കയ്യേറുന്ന ശ്രമത്തിലേക്ക് പോയത്. അവിടെ അതിരൂപത കൂരിയ അംഗങ്ങളെ അവർ ബന്ദികളാക്കുകയും ചെയ്തു. അവരെ ഒരു കാരണവശാലും ഇന്നത്തെ വൈദിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്ത്രീകളടക്കമുള്ള സംഘം അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മറ്റു വൈദികർ ഏതാണ്ട് 400 മുകളിൽ വൈദികരുടെ എണ്ണമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദിക വിഭാഗത്തിലും. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കലൂർ റിന്യൂവൽ സെന്ററിലെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോടതി വിധി ഉള്ളതിനാലും ശക്തമായ പോലീസ് സംവിധാനം നിലയുറപ്പിച്ചിരിക്കുന്നതിനാലും പ്രതിഷേധക്കാർ ആരും തന്നെ റിന്യൂവൽ സെന്ററിന്റെ ഭാഗത്തേക്ക് വന്നില്ല. പ്രതിഷേധം സിനഡ് അനുകൂലികളുടെ പ്രതിഷേധം ഒന്ന് സീറോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിലും മറ്റൊന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ ബിഷപ്പ് ഹൗസിലുമായി ഒതുങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മി പത്മ.